Yes, welcome to PrepScale HST Natural Science. PrepScale കുറച്ച് വർഷങ്ങളായി നമ്മുടെ കേരളത്തിനകത്ത് അതേപോലെ മലയാളികളായി പുറത്തുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും ക്ലാസ്സുകൾ എടുക്കുന്നു. പ്രധാനമായും ഇപ്പോൾ ഓൺലൈനിലാണ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. HST നാച്ചുറൽ സയൻസിൻ്റെ സെഷൻ ആണ് ഇപ്പോൾ. ഈ എക്സാം എഴുതാൻ വേണ്ടി എഴുതണം എന്ന ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നവരുണ്ടാവും. സർക്കാർ ജോലി എന്തു തന്നെ പറഞ്ഞാലും ഒരു സുരക്ഷിതത്വമാണ് ജീവിതത്തിൽ. നമ്മൾ LICയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പോളിസി എടുത്ത് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുന്നത് പോലെ PSCയിലൂടെ ഉദ്യോഗം കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമാണ്, വളരെ വിലപ്പെട്ടതാണ്. അത് നമുക്ക് തരുന്ന ഒരു സുരക്ഷിതത്വവും ഒരു സ്ഥിരതയും ഒരു മാനസിക സന്തോഷവും അതുമൂലം നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലൊക്കെ നല്ല ഉയർച്ചയുണ്ടാകും. എന്ത് വേണമെങ്കിലും അൾട്ടിമേറ്റ് നമ്മൾ പഠിച്ചിരിക്കണം, പരിശ്രമിച്ചിരിക്കണം, തുടർ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. എങ്കിലേ നമുക്ക് ആ പരീക്ഷകളിൽ അഥവാ പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് നേടാൻ കഴിയുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. എന്നാൽ വളരെ ചിട്ടയോടെ നമ്മൾ പഠിച്ചാൽ ഇത് വളരെ സിമ്പിളുമാണ്. കാരണം ഒരു ജനറലായ PSCക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്ലിക്കൻസും അങ്ങനെ തന്നെയാണ്, ഉദ്യോഗാർത്ഥികൾ. അപ്പം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നാച്ചുറൽ സയൻസിൽ BSc BEd കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ മാത്രമല്ലേ ഈ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തുലവും അതിൻ്റെ എണ്ണം കുറവായിരിക്കും. ഒരു പരിധിവരെ നമുക്ക് കോമ്പറ്റീഷൻ്റെ അളവ് കുറവായിരിക്കും. പലർക്കും ഒരു ചിന്തയുണ്ട്. ചിലനെ വിളിച്ച് ചോദിക്കാറുണ്ട്, പക്ഷേ എനിക്ക് കിട്ടുമോ, എനിക്ക് എഴുതാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ചോദിക്കും, ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ആയിരിക്കും പല സ്ഥാപനങ്ങളിൽ 34 വർഷത്തോളമായി സയൻസ് ടീച്ചിങ്ങിൽ ഉള്ള ഒരാളാണ് ഞാൻ. പ്രധാനമായും +2ലും മുമ്പ് പ്രീ ഡിഗ്രിയിലും അതേപോലെ ഡിഗ്രിക്കൊക്കെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിരുന്നു. ഒപ്പം ഒരു 7 കൊല്ലത്തോളമായി PSCക്കും ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അതിൻ്റെ ഒരു അനുഭവത്തിലും അതേപോലെ ഈ കുട്ടികൾ പലരും എനിക്ക് പേഴ്സണൽ അവർക്ക് എന്നെ അറിയാം. ഇങ്ങനെയാണല്ലോ, ക്ലാസ് 10-100 കുട്ടികളുണ്ടാവും. അവർ കോഴ്സ് കഴിഞ്ഞ് പോകും. അപ്പോൾ വിളിച്ചു ചോദിക്കും, മാഷ PSC ക്ലാസ് ഞാൻ കണ്ടു. അപ്പം എന്താ പ്രശ്നം മാഷേ, എനിക്ക് കിട്ടുമോ? എന്തുകൊണ്ട് കിട്ടില്ല? അല്ല, ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് 5 വർഷമായി, 6 വർഷമായി, 8 വർഷമായി, 10 വർഷമായി, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, വീട്, ഇപ്പോഴാണ് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് തോന്നുന്നു, കൂടെ ഉള്ളവരൊക്കെ ജോലി ചെയ്യുന്നു. തീർച്ചയായിട്ടും ആ ചോദ്യം അപ്രസക്തമാണ്. യാതൊരു പ്രസക്തി അതിനില്ല. കാരണം PSC പരീക്ഷ ആരുടെയും കുത്തകയല്ല, ഒരാളുടെ കുത്തകയല്ല. PSC എന്നാൽ ഒരു പരീക്ഷയും പരിശ്രമിക്കുന്ന പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും എളുപ്പത്തിൽ കിട്ടുന്നൊരു പരീക്ഷയാണ് PSC. എളുപ്പമാണ്. കാരണം നമ്മുടെ നാച്ചുറൽ സയൻസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ കൃത്യമായി നമുക്കതിൻ്റെ ടോപ്പിക്സ് സിലബസ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിന് പേടിക്കണം? അതൊന്ന് നന്നായിട്ടങ്ങ് പഠിച്ചാൽ പോരെ, മതി. ഇത്രയേ വേണ്ടതുള്ളൂ. അപ്പോൾ ചോദിക്കുക, സർ ജനറൽ നോളജ്
20 മാർക്കുണ്ട്. നമുക്കറിയാം പാർട്ട് എ 9 മൊഡ്യൂളുള്ളതിൽ പാർട്ട് എ 20 മാർക്ക് ശരിയാണ്. അത് നമുക്ക് ഏതാണ്ട് എല്ലാവർക്കും പത്രവായനയിലൂടെയും മറ്റു നോളജ് ക്യാരിങ് ഒരുപാട് മെത്തേഡ്സ് ഉണ്ടല്ലേ, അതുവഴി നമുക്ക് ലഭിക്കും. ബാക്കിയുള്ളത് നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടത് അത് നമുക്ക് മാത്രമേ ഉള്ളൂ, നമ്മളിലൂടെ തന്നെ വായിച്ച് അത് വരണം. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, സാർ ഇതിൻ്റെ ലെവലൊന്ന് കൂടുതലല്ലേ, ഇതൊരു വല്ലാത്ത ലെവൽ ചോദ്യങ്ങളല്ലേ, ക്വസ്റ്റ്യൻസ് അല്ലേ, ഞങ്ങളുടെ അത് മറന്നുപോയി. ഞാൻ പറയുന്നു, ഒന്നും പേടിക്കാനില്ല. ഇപ്പോൾ ഇത് എഴുതാൻ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും +1 +2 കഴിഞ്ഞവരാ. 2000 കേരളത്തിൽ പ്രീഡിഗ്രി പോയല്ലോ, 24 വർഷമായി. അപ്പോൾ പ്രീഡിഗ്രി പഠിച്ച ആരും ഇത് എഴുതാൻ വരുന്നില്ല. നിങ്ങൾ +2 പഠിച്ചു, വളരെ ഭംഗിയായിട്ട് നിങ്ങൾ +2 ബയോളജി പഠിച്ചു, തുടർന്ന് 3 വർഷം ബോട്ടണിയോ അല്ലെങ്കിൽ സുവോളജിയോ നിങ്ങൾ പഠിക്കുന്നു. ഈ പഠിച്ചത് തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും വരുന്നില്ല. 22/2/2022 വന്ന ചോദ്യപേപ്പർ മുഴുവനായിട്ടും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. പ്രബ് സ്കെയിലിന് വേണ്ടിയിട്ട്, പ്രബ് സ്കെയിലിന് വേണ്ടിയിട്ട് ഞാനത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ 2 കോഴ്സിന്, അതായത് +2നും ഡിഗ്രിക്കും ഇതിനുള്ളത് തന്നെ അവിടെ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ചിലർ ചോദിക്കുക, സാർ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പോയിട്ടില്ല, അതുകൊണ്ട് എന്താ കാര്യം? ഒരു കുഴപ്പമില്ല, ഡിഗ്രി കഴിഞ്ഞു, BEd കഴിഞ്ഞു, മതിയല്ലോ. ഈ പരീക്ഷയുടെ മിനിമം ക്വാളിഫിക്കേഷൻ ആയില്ലേ, യോഗ്യത ആയില്ലേ? അപ്പോൾ അതൊന്നും പേടിക്കേണ്ടതില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്, എനിക്ക് നിങ്ങളോടുള്ള ഒരു ഉപദേശം കൂടിയാണത്. സിലബസിനെ കുറിച്ച് നിങ്ങൾ വെറിയാവേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. കാരണം അത്രയേ ഉള്ളൂ സിലബസ്. 2, പിന്നെ ചിലർ മെല്ലെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സാറേ എന്തേ മലയാളം വാക്ക് ടേംസ് വേണം? അത് സത്യമാണ്. എല്ലാം മലയാളം പഠിക്കാൻ നമ്മളെ കൊണ്ട് ആർക്കും പറ്റില്ല. നമ്മുടെ കൊളോക്കിയൽ ബയോളജിയിൽ പഠിക്കാനുണ്ടല്ലോ, കൊളോക്കിയൽ ലാംഗ്വേജ്, അവിടെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ഒരുപാട് ഉപയോഗിക്കാറില്ലേ, അല്ലേ? മലയാളമല്ലാത്ത ഉദാഹരണം ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ഇത് ഇംഗ്ലീഷ് തന്നെയാണ് നമ്മൾ മലയാളത്തിലും പറയുന്നതും എഴുതുന്നതും. ഒരു ഉദാഹരണമാണ്. ഇപ്പം പലതും അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. പിന്നെ കുറച്ചൊക്കെ ടേംസ് മലയാളത്തിലുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യൂ. ഇംഗ്ലീഷിലുള്ള അത് അതേപോലെ മലയാളത്തിലേക്ക് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് പലതും. ഞാൻ കണ്ടു, ഞാനത് വിശദീകരിച്ചു. ഈ 2 കാര്യവും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ പഠനത്തെയോ നിങ്ങളുടെ ആഗ്രഹത്തെയോ തടസ്സമുണ്ടാക്കരുത്. ഒന്നും പേടിക്കേണ്ടതില്ല. 3, ഓൾമോസ്റ്റ് ഓൾ 100%, ചിലപ്പോൾ 1-2 മുഴുവൻ ക്വസ്റ്റ്യൻസും ഞങ്ങൾ ഇവിടെ പറയും. പറയാത്തത് പൊതുവേ വരാറില്ല. ഏതാണ്ടൊക്കെ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. മറ്റൊന്ന്, പരീക്ഷയ്ക്ക് ഏതാണ്ട്
മിക്കവാറും ഈ വർഷം അവസാനം കോൾ ഫോർ ചെയ്ത് അടുത്തൊരു ജൂലൈയിലോ ഓഗസ്റ്റിലൊക്കെയാണ് പരീക്ഷ വരുന്നത്. മിക്കവാറും പോസിബിലിറ്റി, സാധ്യത ഇത്രയല്ലേ നമുക്ക് പറയാൻ പറ്റൂലേ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു 12 മാസമുണ്ട്. പാക്ക് ചെയ്യണം 12 മാസം. ഈ 12 മാസത്തെ 360 ദിവസത്തെ നിങ്ങളൊന്ന് ഷെഡ്യൂൾ ചെയ്താൽ, ഒരു വർഷം നിങ്ങൾ റിസ്ക് എടുത്താൽ, കഠിനമായി അധ്വാനിച്ചാൽ, കഠിനമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അധ്വാനിച്ചാൽ മതി, നല്ല റാങ്ക് കിട്ടും. കഴിഞ്ഞ PSC HSA നാച്ചുറൽ സയൻസിൽ പ്രഫ് സ്കെയിലിൽ ജോയിൻ ചെയ്ത പല കുട്ടികളും ഉയർന്ന റാങ്ക് മാത്രമല്ല, ചില ജില്ലകളിലെ ഫസ്റ്റ് റാങ്ക് വരെ പ്രഫ് സ്കെയിലിൽ ചേർന്ന് പഠിച്ച കുട്ടികളാണ്. അത് എൻ്റെ മിടുക്കുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പ്രഫ് സ്കെയിലിന് മിടുക്കുമൊന്നല്ല. പ്രഫ് സ്കെയിൽ തരുന്നതനുസരിച്ച് സിലബസ് ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നു, നിങ്ങളത് ക്യാച്ച് ചെയ്യുന്നു, നിങ്ങളത് എക്സാമിനേഷനിൽ അപ്ലൈ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ക്രെഡിറ്റ് നിങ്ങൾക്കാ, ഞങ്ങൾക്കൊന്നുമല്ല. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചും ഒരിക്കലും വെറിയാവണ്ട, വേവലാതിപ്പെടണ്ട. 100% നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതാണ്. അത് നമുക്കൊന്ന് എന്ത് ചെയ്താൽ മതി, റിഫ്രഷ് ചെയ്താൽ മതി. അതിപ്പോൾ ആരും അങ്ങനെയാണ്. ഒരാഴ്ച മുമ്പ് പഠിച്ച പലതും നമ്മൾ മറന്നിട്ടുണ്ടാവും. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാൽ ഉപയോഗിച്ചില്ലെങ്കിൽ അങ്ങനെയല്ലേ. ലമാർക്കിൻ്റെ പഴയൊരു തിയറി പോലെ, ഡിസ്കാർഡ് ചെയ്ത തിയറി പോലെ അല്ലേ നിരുപയോഗ സിദ്ധാന്തം ഉണ്ടല്ലേ, ലമാർക്കിസം. അതേപോലെയാണ്. അപ്പം നമുക്കത് പ്രഫ് സ്കെയിലിലൂടെ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് പരീക്ഷകൾ എഴുതി സംശയ നിവാരണം, ഡൗട്ട് ക്ലിയറൻസ് വേണേൽ നമുക്ക് ലൈവായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നല്ല റാങ്ക് നേടാം, യാതൊരു സംശയവുമില്ല. സിലബസ് അതും നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കൂ, പാർട്ട് എ അത് ഞാൻ വിട്ടു, ബയോളജിയായി ബന്ധപ്പെട്ടതല്ല. പാർട്ട് ബിയിൽ 8 മൊഡ്യൂളാണുള്ളത്. അതിലാദ്യം വിറ്റാക്കറിൻ്റെ 5 ഗൺ ക്ലാസിഫിക്കേഷനാണ്. ഇത് നോക്കൂ, +2 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതല്ലേ. അവിടെ ഇപ്പം എന്താ സംശയം? ഒരു സംശയവുമില്ല. പിന്നെ ഉള്ളത് +2 നിങ്ങൾ പഠിച്ച അനിമൽ കിങ്ഡം, അത് തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. നോക്കിയാൽ മതി. ഫൈലം സീലൻഡ്രേറ്റ, ജനറൽ ക്യാരക്ടർ, പിന്നെ 3 എക്സാമ്പിൾ. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഡിഗ്രീൻ്റെ സബ്ബോ മെയിനോ അതും കൂടെ വെക്കുക, കഴിഞ്ഞു. ഒരു പ്രശ്നം അവിടെ ഇല്ല. നെമറ്റോഡ, ഫൈലം അനലിഡ, ആർത്രോപോഡ, ദെൻ അടുത്തത് ഫൈലം മൊളസ്ക. കണ്ടോ, ആരാണ് ഫൈലം മൊളസ്ക. നെക്സ്റ്റ് പിന്നെ എയുസായി, ബേർഡ്സ്, പക്ഷികളായി നെമറ്റോഡ, അനലിഡ കഴിഞ്ഞു, ആർത്രോപോഡയായി അല്ലേ. തുടർന്ന് മൊളസ്കയിലേക്ക് നമ്മൾ എത്തി. അത് കഴിഞ്ഞാൽ ഫൈലം കോർഡേറ്റ, കശേരുക, നട്ടെല്ലുള്ളവ. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിരിക്കുന്നതാണ്. അനിമൽ കിങ്ഡത്തിൽ നോക്കണേ, അതിൻ്റെ സൂപ്പർ ക്ലാസ് പിസസ്, മത്സ്യങ്ങളായി, ആംഫീബിയ, തവള, ഉഭയജീവിയായി. പക്ഷേ ഇതൊക്കെ തന്നെ നമ്മൾ ഡിഗ്രി ലെവലിലും കൂടെ പഠിക്കുമ്പോഴേക്ക് പൂർണ്ണമാവും. പിന്നെ റെപ്റ്റൈൽസ്, ഉരകങ്ങളിലേക്ക് നമ്മളെത്തി. അത് കഴിഞ്ഞാൽ എയ്സ്, ബേർഡ്സ്, പക്ഷികളിലെത്തി. കണ്ടോ, പക്ഷികളെക്കുറിച്ച് നമ്മൾ +2 പഠിച്ച് അത്രയൊന്നും പഠിക്കാനില്ല, പാവോ 2 പഠിക്കാനുള്ളൂ. പിന്നെ മമേലിയ, സസ്തനികളിലേക്ക് എത്തി. ജനറൽ ഫീച്ചേഴ്സും കാര്യങ്ങളായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബയോളജിയിലെ 1ാമത്തെ മൊഡ്യൂൾ. അപ്പം നിങ്ങൾ പറയൂ, ഇതിൽ നിങ്ങൾ പഠിക്കാത്ത എന്ത് കാര്യമാണുള്ളത്? ഒന്നുമില്ല. പക്ഷേ നമ്മളതൊരു സിലബസ് ആക്കി
എഴുതി വെച്ച് പഠിക്കണം. അത് പ്രപ്പ് സ്കെയിൽ നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ പാർട്ട് 1 ഏതാണ്ട് 10 മാർക്ക് വീതമാണല്ലോ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ദെൻ അടുത്തത് ഫിസിയോളജി. ഫിസിയോളജി നമുക്കറിയാം, ബയോ കെമിസ്ട്രി, ഡെവലപ്മെൻ്റൽ ബയോളജി എന്ന് പറഞ്ഞ എംബ്രിയോളജിയാണ്. പ്രീ ഡിഗ്രിക്ക് പഠിച്ചു, ഡിഗ്രിക്ക് അത് ഡീറ്റെയിലായി പഠിച്ചു. ഇവിടെ നമ്മൾ +2 സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളവിടെ ന്യൂട്രീഷനും ഡയറ്റും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഡിഗ്രിക്കും അത് കറക്റ്റാണ്, അത് റെഡിയാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് സർക്കുലേറ്ററി സിസ്റ്റം. +2-ലുണ്ട്, ഡിഗ്രിയിലും ഉഷാറായിട്ട് പഠിച്ചു. കണ്ടു, അതാണ് അടുത്തത്, സർക്കുലേറ്ററി സിസ്റ്റം. ദെൻ തുടർന്ന് റെസ്പിറേഷൻ, നമ്മുടെ ശ്വസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗ്യാസ് എക്സ്ചേഞ്ച്, പിഗ്മെൻറ്റ്, ഹീമോഗ്ലോബിൻ ട്രാൻസ്പോർട്ട്, അതേപോലെ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. നോക്കൂ നിങ്ങൾ, ഇത് നിങ്ങൾ പഠിച്ചതല്ലേ, ഒന്ന് പൊടി തട്ടിയാൽ മതി. പിന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റമാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ലോവർ അനിമൽസിലാണ്. അനിലിഡയിലൂടെ നമ്മളങ്ങനെ കയറി നമ്മുടെ ബോഡിയിലേക്ക് എത്തി. പിന്നീട് നമ്മൾ മസിൽ ഫിസിയോളജിയാണ്. പേരൊന്നും നോക്കണ്ട, മസിൽ എന്താണ്, ഏതൊക്കെയാണ് വ്യത്യസ്ത ടൈപ്പ് ഓഫ് മസില്, പിന്നെ അവിടെ വരുന്ന ഡിസോർഡറുകൾ എന്തൊക്കെയാണ്. മാത്രമല്ല നിങ്ങൾ ശരിക്കും ഗ്ലൈഡിങ് തിയറി തന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ആ പഠിച്ചതിലും കുറവ് അവിടെ സിലബസ് വരുന്നത് നമുക്ക് കണ്ടോ. പിന്നെ അതായി പിന്നെ ഉള്ളത് നെർവ് ഫിസിയോളജിയിലേക്ക് കയറി. നെർവ്, നാഡീ വ്യവസ്ഥ, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അവിടെ നമുക്കിതാ ബ്രെയിനും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, ഡിസോർഡറും പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾ എൻഡോക്രൈനോളജിയാണ്. എൻഡോക്രൈൻ നമ്മുടെ കെമിക്കൽ കോർഡിനേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾ +1-ൽ 9ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചത് പുതിയ ടെക്സ്റ്റിലാണെങ്കിൽ 17 കൊല്ലമായിട്ട് മാറാത്ത ടെക്സ്റ്റിലാണെങ്കിൽ അവിടെ നിങ്ങൾ ബയോമോളിക്യൂൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഇത് മുഴുവൻ ആ ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ്, മുഴുവൻ കാര്യങ്ങളും. അത് തന്നെ വായിച്ചാൽ മതി, പോയിന്റ് ആക്കിയാൽ മതി, ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുക. പിന്നെ മെറ്റബോളിസം, ഇത് നമ്മൾ നമ്മുടെ പ്ലാന്റ് ഫിസിയോളജി പഠിക്കുന്നുണ്ട് പലതും. ഓക്കെ, എൻസൈംസ് ആണ്, അതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അതും നിങ്ങളവിടെ പഠിക്കുന്നുണ്ട്, എൻസൈമിൻ്റെത്. പിന്നെ ഡെവലപ്മെൻ്റൽ ബയോളജിയാണ്. ഇത് നിങ്ങൾ മിക്കവാറും +2-നേക്കാൾ കൂടുതൽ പഠിക്കുന്നത് ഡിഗ്രിയിലാണ്. ഡിഗ്രിയിൽ നമ്മളിത് വളരെ വൈഡായിട്ട് പഠിച്ചു, അത്രയേ ഉള്ളൂ. അതാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ ഫെർട്ടിലൈസേഷനാണ്, ആംഫിമിക്സിസും കാര്യങ്ങളും, തെലിടോക്കി ഉണ്ടോ. ഇതൊക്കെ നമ്മൾ +2-ലും പഠിച്ചിട്ടുണ്ട്, അതേപോലെ ഡിഗ്രിയിലും പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം വേറെ ഒന്നും അവിടെ വന്നിട്ടില്ല, ആണ് പ്രത്യേകത. ക്ലീവേജ്, മോറുല, ഗാസ്ട്രുല, കണ്ടില്ലേ, ഇതൊക്കെ അവിടെയുള്ള കാര്യങ്ങളാണ്. പിന്നെ സെൽ ഡിഫറൻഷിയേഷനാണ്, യൂണിപൊട്ടൻസി, പ്ലൂറിപൊട്ടൻസി, ഇത് ഡിഗ്രിയാണ്, നമുക്കറിയാം. ഇംപ്ലാന്റേഷൻ, പ്രഗ്നൻസി, ഇത് +2-ലും ഉണ്ട്, അതേപോലെ ഡിഗ്രിയിലും ഉള്ള സിലബസാണ്. പിന്നെ ഇൻഫെക്ഷൻ, ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് +2-ൽ, അതിൻ്റെ ആൾസോ ഡിഗ്രിയിലും നമുക്കത് പഠിക്കാനുണ്ട്. പിന്നെ എംബ്രിയോളജി, ഇതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ +2-ലുണ്ട്, റിപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഡിഗ്രിക്കും പഠിച്ചു. അപ്പോൾ കൂടുതലൊന്നും അവിടെ ഇല്ല. 3ാമത്തെ മൊഡ്യൂൾ സെൽ മോളിക്കുലാർ ബയോളജി, ജെനറ്റിക്സ്, ബയോ കെമിസ്ട്രി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ്. മുഴുവൻ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, ഒന്നും പഠിക്കാത്തില്ല.
സെല്ലിനെക്കുറിച്ച്, കോശത്തെക്കുറിച്ച് എത്ര തവണ പഠിച്ചു? ഹൈസ്കൂളിൽ പഠിച്ചു, പ്ലസ് ടുവിന് പഠിച്ചു, ഡിഗ്രിക്ക് പഠിച്ചു. സെൽ, കോശങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ? അതൊക്കെ. പിന്നെ മോളിക്കുലാർ ബയോളജിയാണ്, തന്മാത്ര ബയോളജിയാണ് ഉള്ളത്. നമ്മൾ ജെനറ്റിക്സിൻ്റെ ഭാഗം മുറിച്ചിട്ടതാ. സെൻട്രൽ ഡോഗ് നമ്മൾ പഠിച്ചിട്ടില്ലേ? 1 ജീൻ 1 എൻസൈം പഠിച്ചിട്ടില്ലേ? പോളിപെപ്റ്റൈഡ് പഠിച്ചിട്ടില്ലേ? നിരൻബർഗ് പഠിച്ചിട്ടില്ലേ? ഒപ്പറോൺ കൺസെപ്റ്റ് പഠിച്ചിട്ടില്ലേ? ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, ഇതൊക്കെ പ്ലസ് ടുവിലുള്ളത്. ഡിഗ്രിക്കൊന്നും പോകണ്ട. നോക്കൂ, അതൊന്ന് മെമ്മറൈസ് ചെയ്താൽ പോരെ, അത്രയേ ഉള്ളൂ. പിന്നെ അതാ ജെനറ്റിക്സ്, ബയോടെക്നോളജി. ഇത് മെൻഡേലിയൻ അല്ല, നോൺ മെൻഡേലിയൻ ജെനറ്റിക്സാണ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ പ്ലസ് ടുവിന് പഠിച്ച ഡിസോർഡറുകളാണ്. ജനിതക വൈകല്യങ്ങളായ രോഗത്തെക്കുറിച്ച് അത് നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിരിക്കുന്നു അല്ലേ? പിന്നെ ബയോടെക്നോളജി വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്ലസ് ടുവിൽ 2 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അത് തന്നെ നമ്മൾ ഡിഗ്രി ലെവലിലും പഠിക്കുന്നു. എല്ലാം ഓക്കെയാണ്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റൊക്കെ പ്ലസ് 2 തന്നെ ജെനറ്റിക്സിൽ പഠിക്കുന്നു. അതൊക്കെ. ദെൻ പിന്നെ ഇമ്മ്യൂണോളജി, സെക്കൻഡ് ഇയറിൻ്റെ ഹെൽത്ത് ആൻഡ് ഡിസീസ് അല്ലേ? ആരോഗ്യവും രോഗവും, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇമ്മ്യൂണിറ്റി എന്താണ്, ഇമ്മ്യൂൺ സിസ്റ്റം എന്താണ്, ഇമ്മ്യൂണോജെൻസ് എന്താണ്, റെസ്പോൺസ് എന്താണ്, പിന്നെ മൈക്രോബയോളജി, വൈറസ്, പ്രോട്ടീന്, വൈറോയിഡ്, ബാക്ടീരിയ, ഇതൊക്കെ നമ്മൾ പ്ലസ് 1 പഠിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും. അപ്പം നിങ്ങൾ അത് അത്ര ഒന്ന് ചിന്തിച്ചാൽ മതി. അത്രേ നമുക്കവിടെ പഠിക്കാനുള്ളൂ. മൊഡ്യൂൾ 4 എക്കോളജി. പ്ലസ് ടുവിൽ നമ്മൾ 4-5 ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ഓർഗാനിസം, പോപ്പുലേഷൻ, എക്കോസിസ്റ്റം, ഇഷ്യൂസ്, പൊല്യൂഷൻ, ഇതാ അതിൻ്റെ കുറച്ചേ വന്നിട്ടുള്ളൂ ഇവിടെ. പിന്നെ എത്തോളജി, ഇവല്യൂഷൻ ആൻഡ് സൂ ജിയോഗ്രഫി, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇവിടെ വന്നു. എത്തോളജിയിൽ ഇതാ മോട്ടിവേഷൻ, ലേണിംഗ്, ടൈപ്പ്, സോഷ്യോ ബയോളജി, ഫിറമോൺ, ഹ്യൂമൻ. ഇവല്യൂഷൻ ഭംഗിയായിട്ട് നമ്മൾ പഠിക്കുന്നു. പരിണാമം ഒരു വലിയ ചാപ്റ്റർ തന്നെയാണ് എവല്യൂഷൻ. ഡിഗ്രിക്ക് ഒരു പേപ്പർ തന്നെ ഉണ്ടല്ലോ അല്ലേ? അത്ര ഇല്ല, നമ്മുടെ സിലബസിൽ അത്രയൊന്നും പറയുന്നില്ല. നിങ്ങൾ സിലബസിൽ നോക്കണം. ഇവല്യൂഷൻ എന്ന് കേട്ടിട്ട് നമ്മൾ പഠിച്ച ഒരു വലിയ പുസ്തകം അതൊന്നും റെഫർ ചെയ്യേണ്ടെന്നല്ല, അത്രയൊന്നുമില്ല. സിലബസിനെ ബേസ് ചെയ്ത് മാത്രമേ പഠിക്കാവൂ. വായിക്കുന്നതും അറിവ് നേടുന്നതും നല്ലതാണ്. പക്ഷേ പരീക്ഷയ്ക്ക് നമ്മൾ ആ സിലബസ് നന്നായിട്ട് പഠിക്കുക, തുടർന്ന് അഡീഷനിലേക്ക് പോകാം. മൈക്രോബയോളജി നേരത്തെ നമ്മൾ കണ്ടില്ലേ, ബാക്ടീരിയയും വൈറസും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്കറിയാം. പിന്നെ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ഭാഗം വരുന്നതിനൂടെ മൈക്കോളജി, ഫംഗസുകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, ലൈക്കണെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ പ്ലാന്റ് പാത്തോളജി, സസ്യങ്ങളിലെ രോഗം, രോഗനിവാരണം, രോഗലക്ഷണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇതാ ഇവിടെ നമ്മൾ പഠിക്കുന്നു. ബ്രയോളജി, ബ്രയോഫൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ബ്രയോഫൈറ്റ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ടെറിഡോഫൈറ്റ്, ടെറിഡോളജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ടെറിഡോളജി? ടെറിഡോഫൈറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നു. ദെൻ ടെറിഡോഫൈറ്റ്. പിന്നെ ഉള്ളത് ജിംനോസ്പേംസ, പ്ലാന്റ് കിങ്ഡത്തിൽ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. മുഴുവൻ നമ്മൾ പ്ലസ് ടുവിന് പഠിച്ചോ, പിന്നെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചു. അത് പൂർണ്ണമായിട്ടൊന്നും ഇവിടെ പഠിക്കാനില്ല. ഡിഗ്രിക്ക് ഇതിലും നമ്മൾ പഠിച്ചിരിക്കുന്നു. അപ്പം ഇത്രയേ നമ്മൾ ഈ മൊഡ്യൂളിൽ ഉള്ളൂ. പിന്നെ പാലിയോ ബോട്ടണി, സസ്യങ്ങളുടെ ഫോസിൽ റെക്കോർഡുകളെക്കുറിച്ചുള്ള പഠനം. മൊഡ്യൂൾ 6 മോർഫോളജി. ഇത് പ്ലാന്റിൻ്റെ മോർഫോളജിയാണ്. റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവർ, ഇൻഫ്ലോറസൻസ്, ഫ്രൂട്ട്, സീഡ് എല്ലാം അറിയാം, കോമൺ. പിന്നെ സിസ്റ്റമാറ്റിക്സാണ്, നമ്മുടെ ക്ലാസിഫിക്കേഷൻ, വർഗീകരണത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട് ബന്ധം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ. എല്ലാവർക്കും അറിഞ്ഞൂടെ? അതും നമുക്ക് പഠിക്കണം.
പിന്നെ +1 ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ, ടാക്സോണമിയും ഹൈറാർക്കിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. പിന്നെ ഇതാ എക്കണോമിക് ബോട്ടണി. ആ എക്കണോമിക് ബോട്ടണിയിൽ നമ്മൾ പ്ലാന്റ് പാർട്ട് ഇതാ ഫാമിലി പറയുന്നു. ഓരോ പ്ലാന്റ് അതിൻ്റെ എഡിബിളായ അല്ലെങ്കിൽ എക്കണോമിക് വാല്യൂ ഉള്ള ഭാഗങ്ങളാണ്. ഇതും വളരെ സിമ്പിളാണ്, രസകരമാണ്, നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ അനാട്ടമി +2 അത് +2 തന്നെ ഫുള്ളില്ല. അനാട്ടമി ഡിഗ്രിക്കും പഠിച്ചു, സെക്കൻഡറി ഗ്രോത്ത് ഉൾപ്പെടെ എല്ലാം. എംബ്രിയോളജി +2 സെക്കൻഡ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുന്നുണ്ട് നമ്മൾ. മെയിൽ ഗ്യാമറ്റോഫൈറ്റ്, ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്, പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട്, എംബ്രിയോ, എൻഡോസ്പേം, മോണോകോട്ട്, ഡൈക്കോട്ട് അറിയാം. ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റാ, വിള എങ്ങനെ മെച്ചപ്പെടുത്താം. സ്ട്രാറ്റജീസ് എന്ന +2 9ാമത്തെ ചാപ്റ്റർ ഡിഗ്രിക്കും ധാരാളമായിട്ട് പഠിച്ചു. അടുത്തത് 7ാമത്തെ മൊഡ്യൂളാണ്, പ്ലാന്റ് ഫിസിയോളജിയാ. നിങ്ങൾ പഠിച്ചത് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. അവിടെ അസെൻഡോസെപ്പ് എന്താണ്, ട്രാൻസ്പിറേഷൻ എന്താണ്, ഗട്ടേഷൻ എന്താണ്, ട്രാൻസ്പിറേഷൻ പുൾ എന്താണ്, അതിൻ്റെ തിയറി പഠിക്കുക. നൈട്രജൻ ഫിക്സേഷൻ, മിനറൽ ന്യൂട്രീഷൻ, ഓർഗാനിക്, ഇനോർഗാനിക്. അവിടെ നമ്മൾ അത്രയും കാര്യങ്ങളാണ് മിനറൽ ന്യൂട്രീഷൻസിൽ പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ ഫോട്ടോസിന്തസിസ് പഠിക്കുന്നു, പ്രകാശ സംശ്ലേഷണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെയുണ്ട്. ഓക്കെ. തുടർന്ന് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പഠിച്ച അതേ കാര്യം, വ്യത്യാസമൊന്നുമില്ല, അതാണ് അവിടെ ഉള്ളത്. പിന്നെ മെറ്റബോളിസം ആൻഡ് ബയോകെമിസ്ട്രി. മെറ്റബോളിസം, നൈട്രജൻ ഫിക്സേഷൻ പഠിച്ചു. നൈട്രജൻ സ്ഥിരീകരണം എന്താണ്, അമിനോ ആസിഡിൻ്റെ സിന്തസിസ്, അമിനേഷൻ, ട്രാൻസമിനേഷൻ, ഇതെല്ലാം പഠിച്ചിരിക്കുന്നു. സെൽ ബയോളജി, സൈറ്റോളജി ആൻഡ് ജെനറ്റിക്സ് ആണല്ലോ ഡിഗ്രീൻ്റെ പേപ്പർ. ഇതാ ക്രോമസോമിൻ്റെ സ്ട്രക്ചർ, മോർഫോളജി, അതിൻ്റെ ടൈപ്പും കാര്യങ്ങളും അതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ വീണ്ടും ജെനറ്റിക്സിൻ്റെ ബാക്കി മെൻഡേലിയൻ ജെനറ്റിക്സാണ് വരുന്നത്. ഇത് നമുക്കറിയാം, പയറിൽ നടത്തിയ പരീക്ഷണവും ലിങ്കേജും ക്രോസിംഗ് ഓവറും സെക്സ് ഡിറ്റർമിനേഷനും മ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ. ഇതൊന്നും നമുക്കറിയാത്തതല്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ. ഇവല്യൂഷൻ, പരിണാമം, എത്രയോ നമ്മൾ പഠിച്ചതാണ്, അതൊക്കെ തന്നെ ഇവിടെയും പറയുന്നുള്ളൂ. ഇവല്യൂഷൻ. 8ാമത്തെ മൊഡ്യൂൾ എൻവയോൺമെൻ്റൽ ബയോളജിയാണ്. ഇവിടെ നമ്മൾ എക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ ഓർഗാനിസം ഉണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, എക്കോസിസ്റ്റം ഉണ്ട്, നമ്മുടെ പൊല്യൂഷനുണ്ട്, നാച്ചുറൽ റിസോഴ്സസ്, ഇത്രയും കാര്യങ്ങളാണ് 8ാമത്തെ മൊഡ്യൂൾസിലുള്ളത്. പൊല്യൂഷൻ, സോഷ്യൽ ഇഷ്യൂസ് എന്ന നമ്മൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പഠിച്ചിരിക്കുന്ന ഒരു മൊഡ്യൂളാണ്, ഒരു പാർട്ടാണത്. ബയോഡൈവേഴ്സിറ്റി അറിയാം, ജൈവ വൈവിധ്യവും അതിൻ്റെ സംരക്ഷണവും. ബയോടെക്നോളജിയിൽ പഠിക്കാനുണ്ട് ടിഷ്യൂ കൾച്ചർ അല്ലേ. ഒരു എക്സ്പ്ലാന്റിൽ നിന്ന് കുറേ പ്ലാന്റ്സിനെ ഉണ്ടാക്കുന്നു, അതാണ് പരിപാടി. അതിവിടെ ഉണ്ട്, നമുക്കറിയുന്ന കേസാണത്. പിന്നെ റീകോമ്പിനൻ്റ് DNA ആൻഡ് മോളിക്കുലാർ ക്ലോണിങ്. ബയോടെക്നോളജി നമുക്കറിയാം, റീകോമ്പിനേഷൻ അറിയാം, അതിൻ്റെ ടെക്നോളജി നമുക്കറിയാം. ബയോ ഇൻഫോർമാറ്റിക്സ്, അതായത് ബയോടെക്നോളജി നമ്മൾ പഠിച്ചു, ഇനി ഇത് അപ്ലൈ ചെയ്യണ്ടേ, എന്നാലല്ലേ കാര്യമുള്ളൂ. അഗ്രികൾച്ചറിൽ, കൃഷിയിൽ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, അങ്ങനെ അതിൻ്റെ ഓരോ കാര്യങ്ങളും അതിൻ്റെ ഓരോ സെക്ഷനും അതൊക്കെ നമുക്കറിയുന്ന കേസാണ്, വേറെ ഒന്നുമില്ല അവിടെ. ദെൻ ബയോ സ്റ്റാറ്റിക്സ്, സെൻട്രൽ ടെൻഡൻസി, അരിത്തമാറ്റിക്, മീഡിയൻ, മോഡ്, മെഷർ ഓഫ് റേഞ്ച്, സ്റ്റാൻഡേർഡ്. ഇത് വളരെ കൃത്യമായിട്ട് +2-ലില്ല, ഡിഗ്രി ബേസ്ഡ് ചെയ്ത കാര്യങ്ങളാണ്. ഇതും അത്രയേ ഉള്ളൂ അവിടെ. നോക്കൂ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതുള്ളൂ.
ഏതാണ്ട് അല്ലേ? നോക്കാം. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള നമ്മുടെ സിലബസ്. അപ്പം നിങ്ങൾ ഈ സിലബസിൻ്റെ ഉള്ളിൽ ഒതുങ്ങിന്ന് മാത്രം പഠിച്ചാൽ മതി. +1 +2ൻ്റെ ടെക്സ്റ്റ് എടുക്കുക, എല്ലാവരും പഠിച്ചു. ഒപ്പം നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ അതിൻ്റെ നോട്ടും വെക്കുക. നമ്മുടെ പ്രപ്പ് സ്കെയിലിലെ ക്ലാസ്സും കാണുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിളിച്ചു പറയാം, ഫോൺ നമ്പർ തരും, പേഴ്സണൽ മെസ്സേജ് അയക്കാം. നിങ്ങളെ കൂടെ പ്രപ്പ് സ്കെയിൽ ഉണ്ടായിരിക്കും, ഒരു സംശയം വേണ്ട. വളരെ നല്ല രീതിയിൽ ഞാൻ പരമാവധി മലയാളം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ഒരു ലിമിറ്റേഷൻ നമുക്കില്ലേ മക്കളെ? പറയൂ. അതായത് ബയോളജിക്കുമ്പോൾ എത്ര പറഞ്ഞാലും മലയാളം വാക്കുകൾ കിട്ടാൻ, ഇനി കിട്ടിയാൽ തന്നെ അത് പറയാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുണ്ട്. അതുകൊണ്ട് പരമാവധി ഞാൻ മലയാളത്തിൽ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതിയതാണ്. നോക്കണം, കഴിഞ്ഞ നമ്മുടെ 22-ൽ നടന്ന പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിലുള്ള വാക്ക് അത് മലയാളത്തിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇപ്പോൾ ഗമറ്റോ ഫൈറ്റ്, അത് ഗമയറ്റോ ഫൈറ്റ് എന്ന് എഴുതിയിട്ടുള്ളൂ, അത് വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അത്തരത്തിലൊക്കെ ഉള്ളതുണ്ട്. എന്നാലും പരമാവധി ഞാനത് പറയും, ഇനിയും പറയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ പരമാവധി മെമ്പേഴ്സ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഇപ്പോഴേ തുടങ്ങിയാൽ, അതാണ് ഞാൻ പറഞ്ഞത്, 12 മാസമുണ്ട്. നമ്മുടെ 8 മൊഡ്യൂള്. ഒരു മാസം നിങ്ങളൊരു മൊഡ്യൂളിന് എടുത്തോളൂ. ഒരു മാസം ഒരു മൊഡ്യൂളിന് എടുത്തോ. എന്നാലും ശേഷിക്കുന്ന 4 മാസം നിങ്ങൾക്ക് 10-50 പരീക്ഷകൾ ഇവിടെ നടത്തും. അതുവഴി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷ എഴുതണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ സ്വയം ക്വസ്റ്റ്യൻ എഴുതി പഠിക്കണം. നിങ്ങൾ പ്രപ്പ് സ്കെയിലിൻ്റെ ക്ലാസ് കാണൂ. ഞാൻ പറയാറുണ്ട്, ഇതാ ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷൻ ഇല്ലാതെ ചോദ്യം എഴുതുക, സ്വന്തം ഒരു ഉത്തരത്തിലേക്ക് എത്തുക. ഓപ്ഷൻ വരുമ്പോഴല്ലേ അതാണോ ഇതാണോ അല്ല അത് ഇതും അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന, ഇവയൊന്നുമല്ല എന്നുള്ള ആൻസറിലേക്ക് എത്തുന്നത്. നിങ്ങൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ സ്വയം ചോദ്യമുണ്ടാക്കി ഒരു ഉത്തരം, ഒറ്റ ഉത്തരം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ സെറിബ്രത്തിൽ അല്ലേ, ഫോർ ബ്രെയിനിൽ, സെറിബ്രത്തിൽ അതാണ് സെറ്റ് ചെയ്യുന്നത്. ആ രൂപത്തിലേക്ക് നിങ്ങൾ ഒന്ന് മാറൂ. ഒരു സംശയം വേണ്ട, അടുത്ത വർഷത്തെ നാച്ചുറൽ സയൻസ് എക്സാമിനേഷനിൽ നിങ്ങളായിരിക്കും ടോപ്പ് റാങ്കേഴ്സ്. ഒരു സംശയം വേണ്ട. ഒരു ടെൻഷനും നിങ്ങൾ കാണിക്കരുത്. ഡോണ്ട് വറി. ഒരു ഫ്രീ ആയ അപ്രോച്ച്, ഒരു ഹെൽത്തി അപ്രോച്ച്, അത് മതി. ദാറ്റ് ഈസ് ഇനഫ് ആൻഡ് മോർ. അത്രയേ വേണ്ടൂ. ഓക്കെ. അപ്പം ഞാൻ ഈ പറഞ്ഞ സിലബസ് ഇത് നന്നായി വായിച്ചു മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പുസ്തകങ്ങളൊക്കെ ശേഖരിച്ച് പ്രപ്പ് സ്കെയിലിൻ്റെ ക്ലാസ്സും അതിൻ്റെ നോട്ട്സും കേട്ട് പഠിച്ചാൽ ഒരു സംശയം വേണ്ട, യു വിൽ ഗെറ്റ് ടോപ്പ് റാങ്കേഴ്സ്. എല്ലാവർക്കും ഫസ്റ്റ് റാങ്കാനാവില്ലല്ലോ അല്ലേ? അപ്പോൾ കിട്ടും, യാതൊരു സംശയവുമില്ല. തുടങ്ങിക്കോളൂ ഇന്ന് തന്നെ പഠിക്കാൻ, ആസ് ഏർലി ആസ് പോസിബിൾ. അപ്പം നമുക്ക് സ്ലോ ആയിട്ട് പഠിക്കാം അല്ലേ? സ്ലോ വിൻ എന്നല്ലേ പറയാ? അവർ ഗെയിൻ ചെയ്യല്ലോ, സംശയമൊന്നും വേണ്ട. സോ വൺസ് അഗെയിൻ പ്ലീസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ HSA നാച്ചുറൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യൂ. പ്രപ്പ് സ്കെയിലിൻ്റെ ക്ലാസ്, ഒപ്പം ഞങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലി ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. യാതൊരു സംശയമില്ല. നിങ്ങൾ എത്ര വർഷം മുമ്പ് പഠിച്ചോട്ടെ, നിങ്ങളെ ഞങ്ങൾ പരീക്ഷയ്ക്ക് സെറ്റാക്കും. ഓക്കെ. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.